അതൊക്കെ കോൺഗ്രസ്സുകാരാണ് തീരുമാനിക്കേണ്ടത്. SNDP ജനറൽ സെക്രട്ടറിക്ക് പൂച്ചക്ക് മണ്ണ് നോക്കേണ്ടത് എന്താ കാര്യം? അവരുടെ പ്രസിഡൻ്റ് ആകണം, കോൺഗ്രസിൻ്റെ നേതാവ് ആരാകണം, അതല്ലെങ്കിൽ ഭരണത്തിലേക്ക് ആരാകണമെന്ന് അവർ തീരുമാനിക്കണം. 3 പേരുകളുണ്ട്, രമേശ് ചെന്നിത്തല, സതീശൻ, KC വേണുഗോപാൽ. അത് എൻ്റെ അഭിപ്രായം പറയണമെന്ന് നിങ്ങൾ നിർബന്ധിച്ചേ ഞാൻ പറയാം. അതല്ലാതെ എനിക്ക് കോൺഗ്രസിൻ്റെ ആരാകണം മുഖ്യമന്ത്രി, ആരാകാൻ പാടില്ല. എൻ്റെ അഭിപ്രായം ഇനിയല്ല, മുസ്ലിം ലീഗിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ കുഞ്ഞാലിക്കുട്ടി ആയാലും എന്താണെന്ന് വെച്ചാൽ അതും കൊള്ളാമെന്നുള്ള അഭിപ്രായമായിരിക്കും ഞാൻ പറയാൻ പോകുന്നത്. അതെന്താ നടേശ ഇപ്പൊ അങ്ങനെ ഒരു വർത്താനം? ആ ഒരു ചെറ്റ വർത്താനം മാറ്റിയല്ലോ നീ. അതെന്ത് പറ്റി നിനക്ക്? എന്താ ഇപ്പൊ ഇങ്ങനെ ഒരു മനമാറ്റം? എന്താ ഒരു വർത്താനം? പിന്നെ നിനക്ക് ആളല്ല എന്ന് നിനക്കേ അറിയാലോ. നീ കോൺഗ്രസിൻ്റെയും UDFിൻ്റെയും വിജയന്റെ കാര്യം നീ പറഞ്ഞോ? കാരണം നീ വിജയന്റെ ഊമ്പൽ വിദഗ്ധനാണ് എന്ന് കരുതിയിട്ട് നീ കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും UDFിൻ്റെയും ഒന്നും കാര്യം പറയാൻ നീ ആയിട്ടില്ല. നീ വളർന്നിട്ടില്ല, മനസ്സിലായില്ലേ? അതിനി നീ ആകൂല. അതിനെന്താ കാരണം? നീ കേശവന്റെ മകനാണോ അതോ വേറെ ആരുടെയും മകനാണോ എന്നുള്ളത് ഇപ്പോൾ ഉറപ്പില്ലാത്തത് കാരണം നിനക്ക് അതിനുള്ള യോഗ്യതയില്ല. അതാണ് പ്രശ്നം, മനസ്സിലായില്ലേ? പിന്നെ നീ ഇങ്ങനെ വന്നിട്ട് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ നീ എന്താ ചെയ്യേണ്ടത്? അത് നീയല്ല അഭിപ്രായം പറയേണ്ടത്. നീ അത് പറയേണ്ടത് എനിക്കതിൽ റോളില്ല, അത് ഞാനല്ല തീരുമാനിക്കേണ്ടത്. റോളുള്ളിടത്ത് അഭിപ്രായം പറഞ്ഞാൽ പോരെ. ഈ പറയുന്നത് പോലെ നിനക്ക് അർഹതയില്ലാത്ത, നിനക്ക് യോഗ്യതയില്ലാത്ത, നിനക്ക് പൊസിഷൻ ഇല്ലാത്ത ഇടത്ത് നീ എന്തിനാ കയറി വലിഞ്ഞു വന്ന് അഭിപ്രായം പറയുന്നത് നരേശ? പിന്നെ കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ യോഗ്യത, കുഞ്ഞാലിക്കുട്ടി സാഹിബിന് എല്ലാ യോഗ്യതകളുമുണ്ട്. കുഞ്ഞാലിക്കുട്ടി സാഹിബിന് എല്ലാ യോഗ്യതയുണ്ട്. ഇപ്പൊ UDF മുന്നണി തീരുമാനിക്കുകയാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബാണ് മുഖ്യമന്ത്രിയാകും. അത് നിന്നെ പോലെയുള്ളവരുടെ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട. പിന്നെ സ്വാഭാവികമായിട്ടും ഒരു മുന്നണി ഭരണത്തിലേറുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ചില മര്യാദകളുണ്ട്, ചില നടപടിക്രമങ്ങളുണ്ട്, ഇതൊക്കെ ഉണ്ട്, മനസ്സിലായില്ലേ? സ്വാഭാവികമായിട്ടും അവിടെ ഈ പറയുന്ന ഏറ്റവും കൂടുതൽ അംഗങ്ങൾ ഏത് പാർട്ടിക്കാണോ അവരുടെ കൂട്ടത്തിൽ നിന്ന് മുഖ്യമന്ത്രി ഉണ്ടാവും. അങ്ങനെയാണ് അതിൻ്റെ ഒരു മര്യാദ എന്ന് പറയുന്നത്. പിന്നെ അവിടെ കയറിയിട്ട് കുഞ്ഞാലിക്കുട്ടി സാഹിബ് എനിക്ക് മുഖ്യമന്ത്രിയാകണം, അല്ലെങ്കിൽ ലീഗ് പറയാണ് ഞങ്ങൾക്ക് മുഖ്യമന്ത്രിയാകണം, അത് മര്യാദയല്ല. ആ മര്യാദയും ഒക്കെ നന്നായിട്ട് ബോധ്യമുള്ളവരാ മുസ്ലിം ലീഗുകാർ. അപ്പോൾ അതിനിടയിൽ കുഞ്ഞാലിക്കുട്ടിക്ക് യോഗ്യത ഉണ്ടാക്കിയിട്ട് നിന്റെ സർട്ടിഫിക്കറ്റ് കൊള്ളാം. കേരളത്തിൽ ഒരു യോഗ്യതയും പരഗതിയും ഇല്ലാത്ത നിന്റെ സർട്ടിഫിക്കറ്റ് ആർക്ക് വേണമടോ? ഇവിടെയുള്ള പട്ടിക്ക് പോലും വേണ്ടല്ലോ നിന്റെ സർട്ടിഫിക്കറ്റ്. അത് ആകെ ആവശ്യമുണ്ടായിരുന്നത് പിണറായി വിജയന് മാത്രമാണ്. നീ സർട്ടിഫിക്കറ്റ് നൽകിയത് കൊണ്ട്, നിന്റെ സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ളത് കൊണ്ടും, നീ സർട്ടിഫിക്കറ്റ് നൽകിയത് കൊണ്ടും, നിന്നെ പിന്നാലെ നടന്നതുകൊണ്ടും, നിന്നെ ആശ്രയിച്ചത് കൊണ്ടും, നിന്റെ നാവിനെ സരസ്വതി വിളയുന്ന നാവാക്കിയത് കൊണ്ടും ഒക്കെയാണ് വിജയൻ ഈ ഗതികേടുണ്ടായത്. വിജയൻ ഈ ഗതികേടിനൊരൊറ്റ കാരണക്കാരനേ ഉള്ളൂ. വിജയൻ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ചീഞ്ഞളിഞ്ഞ, പുഴുവരിക്കുന്ന, ചെലം വമിക്കുന്ന, നാറി മൂക്കുപൊത്താതെ അടുത്തേക്ക് പോകാൻ പറ്റാത്ത അത്രയും നാറ്റമുള്ള നിന്നെ പിണറായി വിജയൻ, ഈ പറയുന്ന പിണറായി വിജയന്റെ ഊമ്പൽ വിദഗ്ധനായി കൂടെ കൂട്ടി എന്നുള്ളതാണ് പിണറായി വിജയൻ ചെയ്ത തെറ്റ്. അതാണ് സമൂഹത്തിന് മുന്നിൽ പിണറായി വിജയനെ എടുത്തെറിയാൻ സമൂഹം അങ്ങനെ ഒരു തീരുമാനമെടുക്കാനുണ്ടായ കാരണം. മനസ്സിലായില്ലേ? അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ആരെങ്കിലും ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശൻ എന്തെങ്കിലും ചെപ്പടി വിദ്യയൊക്കെ കാട്ടി ഊമ്പാൻ വേണ്ടിയിട്ട് നിങ്ങളടുത്തേക്ക് വരുന്നുണ്ടെങ്കിൽ ഇവന്റെ ഊമ്പൽ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് പുറങ്കാല് കൊണ്ട് തട്ടിത്തെറിപ്പിച്ചോ. അതിന് പകരം നിങ്ങൾ ഊമ്പൽ ആവശ്യമുള്ള വ്യക്തിയാണെങ്കിൽ ആരെ നിർത്തിയാലും കുഴപ്പമില്ല, ഇവരെ നിർത്തിയ വിജയന്റെ അവസ്ഥ വരും. നിങ്ങൾക്ക് വിജയന്റെ അവസ്ഥ വരും. ഇന്നിപ്പോ ഈ വെള്ളാപ്പള്ളി നടേശന്റെ ഇന്നത്തെ സംസാരം നോക്ക് നിങ്ങൾ.
എന്താ ഇന്നത്തെ സംസാരത്തിന്റെ വ്യത്യസ്തത? എന്താ ഇന്നത്തെ വെള്ളാപ്പള്ളി നടേശന്റെ ഈ പറയുന്ന വാർത്താ സമ്മേളനത്തിൽ ആ ശൈലിയുടെ ഒരു വ്യത്യാസം? എന്തേ നടേശ, ശൈലിയും സംസാരമൊക്കെ ഒന്ന് മാറുന്നുണ്ടല്ലോ. ഊമ്പാതെ ഇരിക്കാൻ പറ്റില്ല എന്നാണോ നടേശന്റെ ഒരു പ്രാകൃതം, ഒരു പ്രകൃതി? അങ്ങനെയാണോ? ഊമ്പിക്കൊണ്ടേ ഇരിക്കണം എന്നാലേ ഒരു മനസ്സമാധാനം കിട്ടൂ എന്നതുകൊണ്ടാണോ ഇപ്പോ കളം മാറ്റി ചവിട്ടാൻ വല്ല തീരുമാനവും? നടേശനെ അടുപ്പിക്കരുത്, ഈ ചെറ്റയെ, ഈ പരനാറിയെ ഒരു വഴിക്കടുപ്പിക്കരുത്. ഇവൻ അടുത്താൽ അവിടം കുളം തോണ്ടിയിട്ടേ ഇവൻ പോകുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ എന്താണെങ്കിലും അവിടെ നിൽക്കട്ടെ, ഇവനെ അടുപ്പിക്കില്ല എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. നല്ല ബേജാറുണ്ട് എന്ന് പറഞ്ഞാൽ നല്ല ബേജാറുണ്ട്. കാരണം ഓരോ ദിവസം കൂടുന്തോറും സംസാരവും ശൈലിയും ഒക്കെ മാറുന്നുണ്ടെങ്കിൽ ഭയം നടേശന്റെ ഉള്ളിൽ കിടന്നിട്ട് ഇതാ ദിങ്ങനെ മനസ്സിലായില്ലേ? പേടിച്ച് വിറക്കുന്നുണ്ട് നടേശൻ. അതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ ഭയം വല്ലാതെ വേട്ടയാടുന്നുണ്ട് വെള്ളാപ്പള്ളി നടേശനെ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ നോക്കൂ, കഴിഞ്ഞ ദിവസം പോലും UDF മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ മുസ്ലിം ലീഗ് അഭിപ്രായം പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം ലീഗ് എന്തിനാ അഭിപ്രായം പറഞ്ഞേ എന്ന് ചോദിച്ചവൻ ഇന്ന് കുഞ്ഞാലിക്കുട്ടി സാഹിബിന് യോഗ്യതയുണ്ടെന്ന് പറയുക, കുഞ്ഞാലിക്കുട്ടി സാഹിബിന് സർട്ടിഫൈ ചെയ്യുക. കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ യോഗ്യത അത് ഈ പരനാറിയുടെ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല, അത് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് നന്നായിട്ട് അറിയുന്ന കാര്യമാണ്. അപ്പൊ ഇവൻ എന്താ ശ്രമിക്കുന്നത്? ഇവൻ ശ്രമിക്കുന്നത് അതിലൂടെ ലീഗിന്റെ കുളത്തിൽ ഒന്ന് ചൂണ്ടയിട്ട് നോക്കുക, എന്നിട്ട് അവിടെ നിന്ന് ആരെങ്കിലും കൊളുത്തുവോ എന്ന് നോക്കുക, ഒന്ന് എടങ്കോലിട്ട് തിരിക്കാൻ വേണ്ടിയിട്ട്. ഈ നാറിക്ക് ഒരു കാര്യം അറിയില്ല. എന്താണ്? അതറിയാഞ്ഞിട്ടോ അല്ലെങ്കിൽ അറിയാത്ത ഭാവം നടിക്കാഞ്ഞിട്ടോ ഇനി മറ്റു പേർക്കും വേണ്ടി പണിയെടുക്കുന്നത് കൊണ്ടോ എന്നൊന്നും അറിയില്ല. എന്താണെങ്കിലും ഇവൻ മനസ്സിലാക്കാത്ത ഒരു കാര്യമുണ്ട്. UDF എന്ന് പറയുന്നത് ഒരു മുന്നണിയാണ്. അവിടെ മുന്നണിയിൽ ഒരു മര്യാദയുമുണ്ട്, മര്യാദക്കേടുകളുമുണ്ട്. സ്വാഭാവികമായിട്ടും ഒരു മുന്നണി അധികാരത്തിലേക്ക് വരുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ പ്രാതിനിധ്യം ഏത് പാർട്ടിക്കാണോ ഉള്ളത് അവരായിരിക്കും മുഖ്യമന്ത്രി കസേരയിലേക്ക്. അപ്പോൾ അതിൽ പോയിട്ട് ലീഗ് ഞങ്ങൾക്ക് മുഖ്യമന്ത്രിയാകണം എന്നുള്ള ആവശ്യങ്ങളൊക്കെ ഉന്നയിക്കുന്നത് ഈ മര്യാദകേടാണ്. അതൊക്കെ നന്നായിട്ട് ആ ഔചിത്യവും മര്യാദയും നന്നായിട്ട് ബോധ്യങ്ങളുള്ള ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവൻ്റെ ലക്ഷ്യം അതൊന്നല്ല, ഇവൻ്റെ ലക്ഷ്യം മറ്റു പലതുമാണ്. ഈ പറയുന്ന ഞാൻ പറഞ്ഞില്ലേ, മുസ്ലിം ലീഗിൻ്റെ കുളത്തിൽ കൊണ്ടുവന്നിട്ട് ഒന്ന് ചൂണ്ടയിട്ട് നോക്കുക, ആരെങ്കിലും കൊത്തുവോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമമാണ് ഇവൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ട് ഈ പറയുന്ന പിണറായി വിജയനെ ഇവൻ കൊണ്ടു നടന്ന് വഷളാക്കി ജനങ്ങളുടെ മനസ്സിൽ പിണറായി വിജയനോടുള്ള വെറുപ്പുണ്ടാക്കിയതിന് കാരണക്കാരൻ എന്ന് പറഞ്ഞാൽ പിണറായി വിജയന്റെ പരാജയത്തിനുള്ള കാരണക്കാരൻ ഇവനാ. അപ്പൊ ഇവൻ ഇന്ന് അയാൾ യോഗ്യനാണ്, ഇയാൾ യോഗ്യനാണ്, ആള് യോഗ്യനാണ് എന്നൊക്കെ പറയുമ്പോൾ യോഗ്യനല്ല എന്ന് പറയുന്ന ഒരുത്തരുണ്ടല്ലോ, അവന് എല്ലാം തികഞ്ഞവനാണ്, എല്ലാ നിലയിലും അവൻ അർഹനാണ് എന്നുള്ളത് പൊതുസമൂഹം മനസ്സിലാക്കുകയാണ്. മനസ്സിലായില്ലേ? ഇവനെ ഞാൻ ഇപ്പോഴും പറയുന്നു, ഇവന് ഊമ്പിക്കൊണ്ടിരിക്കണം എന്നുള്ളത് ഇവൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രകൃതിയാണ്. ഇവനിക്ക് നിർബന്ധമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ വിജയൻ അവിടെ ഇല്ല, അതുകൊണ്ട് ഇനി അടുത്ത ഊമ്പാനുള്ള ഒരാളെ വേണം. അതാണ് ഇവൻ ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതല്ലെങ്കിൽ ഇവൻ്റെ സംസാരത്തിൽ ഇവൻ്റെ ശൈലിയിൽ ഒക്കെ മാറ്റം വരുന്നത് നിങ്ങൾ കാണുന്നില്ലേ? അപ്പോൾ അത് കൃത്യമായിട്ട് ഇവന് ഊമ്പാതിരിക്കാൻ പറ്റൂല. അപ്പോൾ ആരുടേത് ഊമ്പും എന്നുള്ളതൊരു ചോദ്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ പലരുടെയും പേര് പറയുന്നത്. അവൻ പറഞ്ഞ പേരുകളൊക്കെ ആളുകൾ സൂക്ഷിച്ചോ, ഇവനെ അടുപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിണറായി വിജയൻ്റെ ഗതികേടുണ്ടാകും. പിണറായി വിജയൻ്റെ ഗതികേടുണ്ടാവും നിങ്ങൾക്ക്. കാരണം അത്രമാത്രം ചീഞ്ഞ് നാറിയ വിഷം വമിക്കുന്ന ചീഞ്ചലം പൊട്ടിയൊലിക്കുന്ന ഒരു ക്ഷുദ്രജീവിയാണ് ഈ പറയുന്ന നടേശൻ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പം നടേശ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കുഞ്ഞാലിക്കുട്ടി സാഹിബിനും മുസ്ലിം ലീഗിനും നിന്റെ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല, നിന്റെ അംഗീകാരത്തിൻ്റെ ആവശ്യമില്ല, ആരും നിന്റെ അടുത്തേക്ക് വന്നിട്ടുമില്ല. മനസ്സിലായില്ലേ? അത് വരുമോ? വരികയും ചെയ്യില്ല. ഇനി നിനക്കുള്ള പണി വരുന്നുണ്ട് നടേശ, നിനക്കുള്ള പണി വരുന്നുണ്ട്. നിനക്ക് ആ കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട, അത് നിനക്കും ബോധ്യമുള്ള കാര്യമാണ്. അതാണിപ്പോൾ നീ
വിജയനെ വിട്ട് ഊമ്പാൻ മറ്റൊരാളെ അന്വേഷിച്ച് നടക്കുന്നത്? നീ നടന്നോ, ആവോളം നടക്ക്. മനസ്സിലായില്ലേ? നിന്നെ എന്തൊരു കാര്യം എന്താണെന്നറിയോ? ഈ പൊട്ടന് മനസ്സിലാകാത്ത ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ ശരിക്കും എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇവനെ എവിടെയെങ്കിലും കിട്ടിയാൽ ഇവൻ്റെ വായിൽ നിന്ന് ജനങ്ങൾ വെറുക്കുന്ന, ജനങ്ങളുടെ മനസ്സിൽ വെറുപ്പുണ്ടാക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഇവൻ്റെ വായിൽ നിന്ന് വീഴുമോ, അല്ലെങ്കിൽ വീഴ്ത്തണം എന്നുള്ള ഒരു നേർച്ചയൊക്കെ വെച്ചതുപോലെയാണ് കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവനിക്ക് യാതൊരു ബന്ധവുമില്ലാത്ത, ഇവനിക്ക് പറയാൻ യോഗ്യതയില്ലാത്ത, ഇവൻ പറയേണ്ട വിഷയമല്ലാത്ത കാര്യങ്ങൾ ഇവനോട് ചോദിക്കുക. അപ്പോൾ ഈ പൊട്ടൻ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയും. ഇത് വിളിച്ചു പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ മനസ്സിൽ ഈ ക്ഷുദ്രജീവിയോടുള്ള വെറുപ്പ് അങ്ങനെ വർദ്ധിക്കുകയാണ്. ജനങ്ങൾ ഈ വിഷജന്തുവിനെ വെറുത്തുകൊണ്ടേയിരിക്കുകയാണ്. മനസ്സിലായില്ലേ? ഏത് രീതിയിലെന്ന് ചോദിച്ചാൽ, സാധാരണഗതിയിൽ ഇപ്പം നമ്മൾ രാവിലെ എഴുന്നേറ്റ് നമ്മൾ ബാത്റൂമിൽ പോയി അപ്പിയൊക്കെ ഇട്ട് കഴിഞ്ഞാലും നമ്മൾ കഴുകി കഴിഞ്ഞാലും നമ്മുടെ സ്വന്തം അപ്പിയാണെങ്കിൽ പോലും നമുക്ക് പിന്നെ അത് കഴുകി കഴിഞ്ഞാൽ സോപ്പൊക്കെ ഇട്ടൊന്ന് കഴുകി ആ സ്മെല്ലൊക്കെ അങ്ങോട്ട് പോയാലേ നമുക്ക് തന്നെ ഒരു സമാധാനം ഉണ്ടാവുള്ളൂ. അതുപോലെ സാധാരണക്കാരായ ജനങ്ങൾ ഈ അപ്പിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് തൊടാൻ പോലും വലിയ ബുദ്ധിമുട്ടായിരിക്കും, അല്ലേ? അങ്ങനത്തെ അത്രയും ഒരു അറപ്പ് നമ്മുടെ മനസ്സിൽ വെറുപ്പുണ്ടാകും. അതുപോലെയാണ് ഈ ക്ഷുദ്രജീവിയെ കാണുമ്പോൾ. ആ അറപ്പും വെറുപ്പും വർദ്ധിപ്പിക്കാൻ വേണ്ടതൊക്കെ കേരളത്തിൻ്റെ ഈ മാധ്യമപ്രവർത്തകർ അവർ നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇവനോട് എന്തെങ്കിലുമൊക്കെ ചോദിക്കും, ഇവൻ എന്തെങ്കിലുമൊക്കെ പറയും. പിന്നെ ഇവൻ്റെ വാക്കിന് വിലയില്ല എന്നുള്ളത് അതും ജനത്തിന് ബോധ്യമുള്ള കാര്യമാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, ഈ നടേശൻ്റെ സർട്ടിഫിക്കറ്റ് കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ പോലെയുള്ള ഒരു കേരള രാഷ്ട്രീയത്തിലെ ചാണക്യന് ഇവനെ പോലെയുള്ള ഒരു ക്ഷുദ്രജീവിയുടെ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ലടോ. മനസ്സിലായില്ലേ? അത് കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾ ആര് തന്നെയാവട്ടെ, സാക്ഷാൽ പിണറായി വിജയന് പോലും കുഞ്ഞാലിക്കുട്ടി ആരാണെന്നും കുഞ്ഞാലിക്കുട്ടിയുടെ ബുദ്ധി എന്താണെന്നും കുഞ്ഞാലിക്കുട്ടിയുടെ കഴിവുകൾ എന്താണെന്നും നല്ല ബോധ്യമുള്ള വ്യക്തിയാ. മനസ്സിലായില്ലേ? അത് ഈ പറയുന്ന നടേശനെ പോലെയുള്ള ആളുകളുടെ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല. കേരളത്തിൽ 2016 ഈ പറയുന്ന ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലെ ധനകാര്യമന്ത്രി കെ.എം. മാണി, ആ കെ.എം. മാണി ബജറ്റ് അവതരിപ്പിച്ചത്, അവസാന ബജറ്റ് കേരളത്തിൻ്റെ നിയമസഭയിൽ അവതരിപ്പിച്ചതും അതിനെ തുടർന്നുണ്ടായ കാര്യങ്ങളുമൊക്കെ കൃത്യമായിട്ട് കെ.എം. മാണിയെ കേരളത്തിൻ്റെ നിയമസഭയിൽ കാല് കുത്തിക്കില്ല എന്ന് പറഞ്ഞെടുത്ത് നിന്ന് കെ.എം. മാണി കേരളത്തിൻ്റെ നിയമസഭയിൽ എഴുന്നേറ്റ് നിന്ന് ബജറ്റ് അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ടും അത് കുഞ്ഞാലിക്കുട്ടി എന്ന് പറയുന്ന രാഷ്ട്രീയ ചാണക്യൻ്റെ ബുദ്ധിയിൽ ഉദിച്ചതാണ്. മനസ്സിലായില്ലേ? ആ കുഞ്ഞാലിക്കുട്ടി സാഹിബിന് ഈ പറയുന്ന വെളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ക്ഷുദ്രജീവിയുടെ ഒരു സർട്ടിഫിക്കറ്റിൻ്റെയും ആവശ്യമില്ല. മനസ്സിലായില്ലേ?